കല്ലാണ്. അപ്പം വലിയ അപ്പം പോലൊന്നും ഉണ്ടാക്കണ്ട. അമ്മ എങ്ങനെ ഇത്ര അപ്പം ഉണ്ടാക്കിയത്? അപ്പം പോലെയാണ് ഇതുണ്ടാക്കിയത്. ഒത്തപ്പനം പറയാൻ ഫുള്ള് ഒന്നിച്ചാലും കൂടെ വന്നേ ഉണ്ട്. വേണ്ട വേണ്ട വിട്ടു പോകും. പാല് പോലത്തെ കാത്തേക്ക് മുത്തിരിക്കുന്ന ഉമ്മ. ഉമ്മ അല്ലാതെ പോവോ? നീ വാച്ചും റോസ് വാച്ചോ? ഓറഞ്ച് ഇത് നമ്മുടെ കാവിക്കുള്ള ഞങ്ങളുടെ മറ്റേ ആൾക്കാർ അതിലേക്കാണ് ഓറഞ്ച്. എൻ്റെ ആ വാച്ചിങ് എന്താ കാണും തിരിച്ചേ? അതിനെടുത്തോ, എനിക്ക് വേണ്ടത്. അത് നശിപ്പിച്ചല്ലോ അല്ലേ? കിട്ടില്ല, അതിന് കിട്ടിയാണ്. എൻ്റെ മോളല്ലേ കോഴിക്കുഞ്ഞിനെ പോലും കയറ്റിയിരുന്നല്ലേ അല്ലേ? മറന്നുപോയോ ചേട്ടാ? ചേട്ടാ ഞാനിങ്ങനെ ചോറ് കിട്ടാ, ഞാൻ വരുവാ. കോഴിയൊക്കെ മറ്റേ കയറ്റിയാൽ മതി, ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതൊക്കെ ആരാ പറഞ്ഞത്? കുഴപ്പമൊന്നുമില്ല, എല്ലാം ഉണ്ടോ അവിടെ. പോയിട്ട് വരാടി കുഞ്ഞേ. ഇന്ന് വരികയല്ല, നാളെ ഞാൻ വരുള്ളൂ. നാളെയോ? അതിനാ അത് ദേവിയോടെന്നാ ഇങ്ങോട്ട് വരാൻ പറയാം. ദേവി നാളെയല്ലേ വരത്തുള്ളൂ. ദേവി നാളെ വരത്തുള്ളൂ, ഞാനും നാളെ വരത്തുള്ളൂ കേട്ടോ. നീയൊക്കെ ഇപ്പം എന്നത്തിന് പോകുന്ന? ഓ അവൾക്ക് അവിടെ ചെന്ന് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയായിരിക്കും. അവക്കൊന്നും ചെയ്യുന്നില്ല. നീ പോ. വൈകിട്ട് ദോശ. നീ ചോറുണ്ടല്ലേ? അങ്ങോട്ട് പോട്ടെ. ഓ ഈ വൃത്തികേട് മൊത്തം ശ്യാമളമേ ഇവളെ പഠിപ്പിക്കുന്നത്. ഇനി നാളെ കൊണ്ട് ആ പാത്രത്തിനകത്തിട്ട് കൈ കഴുകും അവള്. പിന്നെ ഇല്ല, എത്ര പ്രാവശ്യം ചെയ്തിട്ടുള്ള ഇത് ചെയ്യിക്കാത്തൊരു കാര്യം അവളെ കൊണ്ട്. അവളവിടെ പോയി പൈപ്പേ കഴുകുന്നവളാ സായമായിട്ട്. അവളെ കൊണ്ട് ഇനി പാത്രത്തിനകത്ത് മുക്കിയിട്ട് അവളെ 20 അതിനാ എപ്പോഴും പാത്രത്തിനകത്തിട്ട് കഴിച്ച് പഠിപ്പീര്. എന്നിട്ട് അവൾ അത് തന്നെ ചെയ്യും. ചെയ്യാലോ ഇവിടെ നമ്മളല്ല അനുഭവിക്കുന്നത്. അവള് വലിയ ജാറിനകത്ത് വരെ കൊണ്ട് കൈ മുക്കുന്നവളാ. എല്ലാം ആവശ്യമുള്ള കേസാണ് അവിടെ, എല്ലാം ഉണ്ട്. ഭാഗ്യം തേടി ഭാഗ്യം തേ. അയ്യോ അമ്മേ ഭാഗ്യ ചെള്ളയെന്നല്ല വെള്ളം. രണ്ടെടുത്താൽ മതി. ഞാൻ വന്നിട്ട് എടുത്തോളാം. ഇപ്പം വരുമല്ലോ, അന്നേരത്തിനൊന്നും തിളക്കിയല്ലോ അത്. എന്നാ പിടി വിട്. അങ്ങനല്ല ഇതിനകത്ത് കയറ്റി. പെണ്ണെന്ന് പറഞ്ഞ ഇങ്ങനത്തെ ഒരു പഞ്ഞപ്പെണ്ണ. പൊക്കോ. എന്നാ കുഴപ്പമില്ല. പഠിച്ചു വരാവേ. ബസ്സായി വരുവാ. സ്കൂളിൽ പോകാൻ സമയമായി. പോട്ടെ കേട്ടോ? കേട്ട്. ബിൻചേച്ചി ബിൻചേച്ചി മിണ്ടാതെ പോടി ബിൻചേച്ചി അപ്പ ഹായ് ജർച്ചേട്ടാ ഇല്ലേ? എന്താ ഉണ്ടാക്കിയേ?
എന്താ ഉണ്ടാക്കിയ കറിയുണ്ടോ? മതിയോ? ഇഡിലാണോ? ഇഡ്ഡലി സമ്മന്തി. സമ്മന്തി. എന്നാ പോവാം, പെട്ടെന്ന് പോവാം. അതെന്തി അവിടെ കാണും. എന്നാ എന്തിനാ കറിയുന്നേ? മരാണിയൊക്കെ ഓടിയെന്ന് തോന്നുന്നു. മരാണി ബാഗ് നിൽക്കുന്നില്ല നിന്റെ കാലം. വാ. ആരുടെ വരുന്നത്? വെള്ളോ? എന്താ ഉണ്ടാക്കിയേ? അവിടെ ചെന്നിട്ട് പറയാം. കറിയില്ല, പഴം. പഴം ഉപ്പുമാവും പഴവും. പൊന്നെന്നാ കഴിച്ചു? ബിരിയാണി. ദോശ. ബിരിയാണി. ഏതാ കഴിച്ചത്? ഇരിപ്പുണ്ടോ? എനിക്ക് ഇച്ചിരി തരാമോ? വീട് എനിക്കറിയാം. ഇതല്ലേ മോൻ്റെ വീട്? ഇതല്ലേ എനിക്കറിയാം വീട്. എവിടെ പോവാ? ഞാൻ പണിക്ക് പോകും. പരര് വേണ്ടി. നിങ്ങളെപ്പോലെയുള്ള പിള്ളേർക്കുണ്ടല്ലോ ചോറ് വെച്ച് കൊടുത്തുവിടാം. കേട്ടോ, നാളെ കാണാതെ. ബസ്സോ? ബസ്സിപ്പം വരും. മാമൂലിന് വെച്ചതാണ് കേക്ക്. ആ അതെ അതെ. കേക്ക് കിട്ടിയില്ല നിങ്ങൾക്ക്? അത് അപ്പം ഉണ്ടാക്കണം, ബോണ്ട ഉണ്ടാക്കണം. ബോണ്ട നമ്മുടെ ഉണ്ണിയപ്പം, നെയ്യപ്പം, പച്ചപ്പം, പഴംപൊരി. അറിയോ? ഇത് ലില്ലിപ്പൂ. മതിയോ? ഇത് ലില്ലിപ്പൂ. വണ്ടി വന്നു നിൽക്കാൻ സമയമില്ല. അതെ വണ്ടി വന്നു. നിൽക്കുന്നുണ്ടോ? ഇവിടെ എനിക്ക് ഹെൽമെറ്റ് വല്ലതും ഉണ്ടോ?
കൊച്ചു എൻ്റെ വായിലെ വള്ളി വിട്ടിപ്പോയി. അതുകൊണ്ട് വായി എവിടെയെങ്കിലും സെറ്റ് ചെയ്യണം. പിന്നെ അവിടെ ഇട്ട് കയറാനാ? ആ കോടാലി ഇവിടെ ആയിരുന്നു. അമ്പലത്തിൽ പോകുകയാണ് ശ്യാമളം. ഇതിലെയോ മുങ്ങിയല്ലോ. അഴിഞ്ഞ് ഇടയ്ക്കിടയ്ക്കൊക്കെ കട്ടിച്ച് പൊട്ടിച്ചിട്ട് പോകുന്നുണ്ടായിരുന്നു തോട്ടലൊക്കെ. അപ്പം അങ്ങോട്ടോ മുങ്ങി. കുറച്ച് കഴിയും വരും. വീട്ടുകാരെല്ലാം ചോദിക്കുന്നത് നല്ല തലയുടെ തിരിച്ചാൽ അന്നേരം വരയ്ക്കാത്ത കുഴി കിടക്കുന്നുണ്ട്. വരയെ പിടിച്ച് ഇങ്ങോട്ട് വലിക്കുന്നു, ചാടാൻ നോക്കുന്നു. കഞ്ഞിയൊക്കെ നിർത്തും. കുറച്ച് പണിയുണ്ടായിരുന്നു. വെള്ളം വീഴുന്ന കറക്റ്റല്ലായിരുന്നു. അതൊക്കെ ഒന്ന് ശരിയാക്കി തുണിയൊക്കെ വിരിച്ചിട്ട് അവിടെ ആരുമില്ല. കുളത്തിലെ വെള്ളമൊക്കെ കുറഞ്ഞ് പകുതിയോളമായി. മഴ കാട്ടുപാവയ്ക്ക. ഹെൽമെറ്റ് കൊണ്ടുപോകണോ? കൊണ്ടേക്കല്ലേ. അവിടെ വെച്ചാൽ വല്ല ഒട്ടങ്ങായും വീഴുമല്ലോ. എന്തേ നോണ പറയുന്നുണ്ട് വരുന്നുണ്ട്. ഇവിടെ വന്നെന്ന് പറഞ്ഞ് ഞങ്ങളെ കൊണ്ട് പോകത്തില്ലേ നാരങ്ങളും കുടിക്കാൻ? നമസ്കാരം. നീയും പ്രതിയാണോടി? ശരി പോരണ്ട. ഓ ചെയ്തിട്ടോണം കയറി. ആ
കസ്റ്റമർ വരുന്നിരിക്കണ്ടെന്ന് പറയായിരുന്നു. എൻ്റെ സംഭവം പോയി. ചേച്ചിയുടെ പാർലർ കണ്ടോ? ഹായ്, ലൈറ്റ് കൂടിയിട്ടുണ്ടല്ലോ. ബാക്കിയുള്ളവരൊക്കെ എവിടെ വർക്ക് ചെയ്യുന്നതിനാണെന്ന് മറന്നുപോയി. ഞങ്ങളെവിടെ വർക്ക് ചെയ്യുന്നത്? പത്രപ്രവർത്തകൻ, സജീവമായ രാഷ്ട്രീയ പ്രവർത്തകൻ, സ്വന്തമായി ചാനൽ. ഏതാന്ന് ചോദിക്കരുത് പാർട്ടി. പിന്നെ അങ്ങനല്ല, നമുക്കങ്ങനല്ലോ. പിന്നെ പത്രപ്രവർത്തകൻ, അടൂരിന്റെ സ്വന്തം മുത്ത്. പൊക്കോ, ഇതിൽ കൂടെ അടൂരിലുള്ള മുത്തുകളൊന്നും കാണല്ലേ. അടൂരിന്റെ സ്വന്തം മുത്തതേ പോകുന്നു. ഇതാണല്ലേ ജേർണലിസ്റ്റാണ്, ജില്ലയുടെ പ്രസിഡന്റ്. ഇപ്പൊ എന്തുവാ LLB ചെയ്യുന്നല്ലേ? ചെയ്യുന്നുണ്ടോ? എടി എന്തോ എടി പത്തനംതിട്ട ജില്ലയുടെ എന്തോ ചോദിച്ചത് ജേർണലിസ്റ്റിന്റെ പത്രപ്രവർത്തകർ ആരാണ്ടാണല്ലോ. ഞാൻ ഇതാന്ന് തോന്നുന്ന ജില്ലയുടെ എനിക്ക് അവൻ ഇത് ചെയ്യുന്ന എനിക്കൊന്ന് എടുക്കണം. മാറിക്കേ, ഓക്കെ. അവൻ്റെ ഹെയർ ഒന്ന് എടുക്കട്ടെ. തിരിഞ്ഞിരുന്ന് ആ ഇതെന്ത് ഹെയർ കട്ടാവാ ചേച്ചി? ഇത് എന്താ ഹെയർ കട്ടാ ചെയ്തേക്കുന്നത്? അല്ല, അവൻ ചെയ്തേക്കുന്ന ഹെയർ കട്ട് ഏതാണ്? ഓ, കൊള്ളാട്ടോ, അടിപൊളിയാ അല്ലേ? ഞാൻ ഇത്ര എടുത്ത് വെറുതെ സെറ്റ് കൊണ്ടുവന്നപ്പോഴേക്കാണ് വേറൊരു ചേച്ചി വന്നപ്പോൾ അങ്ങോട്ട് പോയി. ഉണ്ടായിരുന്നല്ലേ? നമുക്ക് രാവിലെ ചോറ് വെച്ചോളൂ. രാവിലെ എഴുന്നേറ്റ് നോക്കാം. ശരിക്കും എടുത്തേടാ. ശരിക്കുന്നടി ഇങ്ങനെ വെച്ചവനെ ഞാനൊരു കാര്യം കൂടെ ചെയ്യട്ടെ. അതെടുത്ത് കൊടുക്കാം. ശരിക്കും ഇതെടുത്ത് ഭക്ഷണം തോന്നുന്നു. എനിക്ക് വെച്ചിട്ട് എന്നെ പറ്റിച്ച് തന്നിരിക്കുകയാണേ. कितना सब्सक्राइबर है? 1 लाख എന്നുവെച്ചാൽ इतना ही എത്രയാണോ? ना 1 लाख. 1 लाख 1 लाख किस नाम से यूट्यूब चैनल है? यूट्यूब सब्सक्राइब करो. What is your name of YouTube channel? എൻ്റെ യാത്ര. എൻ്റെ യാത്ര. എൻ്റെ യാത്ര. എൻ്റെ യാത്ര. ഹിന്ദി നഗി മാലു എന്ന് പറയടാ ഈ മർദ്ദയോട്. ദുഷ്മൻ ശത്രു എനിമി
ഓരോ ദിവസം ചെല്ലുമ്പോൾ പൊക്കം കുറഞ്ഞു കുറഞ്ഞു വരുവാണല്ലോ. അത് എനിക്ക് താക്കുന്നുണ്ടോ? ഇവരോട് 2 ദിവസം എന്നാൽ നമുക്ക് ഹിന്ദി പഠിക്കും അല്ലേ? ഓ വെറുതെ സ്കൂളിൽ പോയി സമയം കളഞ്ഞു. 4 ക്ലാസ് ഒരു കഞ്ഞോ വെച്ചിരുന്നെങ്കിൽ ചറവറാണ് ഇംഗ്ലീഷ് പറയായിരുന്നു. പക്ഷേ എന്താ പറയുക, എല്ലാവർക്കും ഓരോ ഭാഷയാൽ മതിയായിരുന്നു. ഇന്ത്യക്കാരെന്ന് പറഞ്ഞ കാര്യമില്ല. ഞാനാണ് നിന്നെ കാണിക്കാത്ത കണ്ണാടി. ഇത് ഞാൻ കാണിക്കില്ല. ഓ പിന്നെ ഓ इंस्टाग्राम पे कितना फॉलोवर्स? इंस्टाग्राम पे कितना फॉलोवर्स? Instagram 1.2K. എനിക്ക് 600. Only YouTube पे फेमस. YouTube have 2 lakh above followers. ഇതൊക്കെയല്ല 1 lakh 2 lakh ആയില്ല ഇല്ലേ? और എനിക്കില്ല. ഞാൻ പറഞ്ഞത് നീ നോണ പറയാന്ന് പറഞ്ഞു. ഉണ്ടോന്ന് ഞാൻ പറഞ്ഞു ഒരു ഹസ്ബൻഡ് പറഞ്ഞു ചോദിച്ചു. അതാ രസം. तुम्हारा मैरिज खत्म हो गया. എനിക്ക് തോന്നി ചെയ്ത് തരുന്നുണ്ട്. ചെരിഞ്ഞിട്ട് കുരിക്കോളൂ. നേരെയാണോ അഥവാ നല്ലത്? ഇങ്ങനെയാണോ ഉള്ളത്? നേരെയാണോ നല്ലേ? തലയിച്ചിതാത്തെ സെൽഫി എടുക്കണം. അനങ്ങാൻ പറ്റത്തില്ല. ഈശ്വരാ, കുളിക്കരുത്. ഒരാഴ്ച കുളിക്കാതിരുന്നത് ഇങ്ങനെ. താങ്ക് യു. സുന്ദരിയാണ്. ഞാനും പെരട്ടയ്യോ നിന്റെ കൂടെ. ഇവരെന്നെ ദിവസവും നൈറ്റിലൂടെ കാണുന്നുണ്ടല്ലേ. എന്നാലും സത്യത്തിൽ ഇതാണ് ഞാൻ പിന്നെ കോലം കൊണ്ട് നിൽക്കുന്നേ ഉള്ളൂ. ഗൈസ് ഫോൺ എടുത്തുണ്ടോ? ഫോൺ എടുത്തുണ്ടോ? അയ്യോ ഞങ്ങളോടെ നല്ല അടിപൊളിയായിരുന്നു. ഇത് നമ്മുടെ സാസിഫ്. ഞങ്ങൾ പരിചയപ്പെട്ടു. ഞാൻ ഇവിടെ വീഡിയോ നിനക്കല്ലല്ലോ ഒരു മിനിറ്റ്. ഭാര്യയുണ്ട്. അല്ല, നിന്നോട് ഇതൊക്കെ ചോദിക്കാൻ പറഞ്ഞു അല്ലേ? ഇവന്റെ പേര് സാസിഫ് അല്ല. ഞാൻ അതല്ലല്ലോ പറയാൻ വന്നേ. കേക്ക്
ഇവൻ്റെ പേരാണ് സാസിഫ്. ഒരു മാസം മുമ്പ് ഈ മുടി ചെയ്തായിരുന്നു. ഇവൾക്ക് ധൃതി കാരണം ഇവൾ ഓടിപ്പോയി. അപ്പം അവനെ ഇവൾ ഇന്ന് വന്നപ്പോൾ അന്നേരം ചാടി വീണു ഇവളുടെ മുടി ശരിയാക്കാൻ. അതാണ് ഞങ്ങളുടെ കുട്ടി. എനിക്കൊന്നും അല്ലായിരുന്നു ഞാൻ പറഞ്ഞു. ഇത് ഞങ്ങളുടെ സാസിഫ്. ഒരു മാസം മുമ്പ് ഞങ്ങൾ വെട്ടിവിട്ടതായിരുന്നു. ഇന്ന് പുള്ളിക്ക് ഫുള്ളും മ്യൂസിക് ഇട്ടേക്കണേ. ഒരു നിനക്ക് അഭിനയിക്കാൻ പോലും അറിയത്തില്ലേ? മാഡം നിങ്ങളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ഞാനിപ്പം പത്തനംതിട്ട ഇലന്തൂർ ഡി ബ്രൈഡ്സ് അല്ലേ? അതെ, ഡി ബ്രൈഡ്സ് ആണല്ലോ. ഇലന്തൂർ എന്ന് പറഞ്ഞാൽ ഫേമസ് ആണ്. ഡി ബ്രൈഡ്സ് വന്നേക്കാണോ ഒരു സംശയം? എനിക്കറിയില്ല. അതിന് മുന്നത്തെ അതൊന്നും വേണ്ട, ഇത് മതി. തിരിഞ്ഞില്ലേ ഇപ്പം പുറമെ കണ്ടത് ഡി ബ്രൈഡ്സ്. തിരിയേ തിരിഞ്ഞ് ഡി ബ്രൈഡ്സ്. വാവ്, ചേർന്ന് ഇതായിരുന്നു എടുക്കേണ്ടത്. ഏതാ ഇവിടെ ഞാനുണ്ട്. എന്തെങ്കിലുമൊക്കെ പ്ലീസ്. ഞങ്ങളെ കാണുന്നില്ല. ഇത്ര എന്നെ മാത്രം എടുക്കുന്നേ പേടിച്ചിട്ട്. അറിയുള്ളൂ കൊച്ചു. ഇല്ല ഇതുവരെ ഇവിടെ ഉറങ്ങി കിടക്കും. തണുപ്പില്ല, ഒന്നുമില്ല. എനിക്ക് എന്നാ ദേഷ്യം വന്നത് അങ്ങനെ. മോളെ എങ്ങും പോകുന്നത് വേറെ ഒന്നും കൊണ്ടില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ അവൾ ഇവിടെ പോകുമ്പോൾ എനിക്ക് എന്തോ പോലെ, അവളില്ലാത്തടത്ത് ഇങ്ങനെ നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ട് പോലെ. അല്ലാതെ അവളവിടെ പോകുന്നു ഇവിടെ പോകുന്നു അമ്മയ്ക്കൊക്കെ ഭയങ്കര അങ്ങനെ എനിക്ക് അതുകൊണ്ടൊന്നുമില്ല. ഞാനിവിടെ ഉള്ളപ്പോൾ അവൾ ഇവിടെ വേണം. വേറെ തവി തരാം മോനെ. അതേ ടെസ്റ്റിലെല്ലാം കൂടെ ഈച്ചയെല്ലാം കൂടെ പിടിച്ചിരിക്കുന്നുണ്ട്. അത് അവനകത്ത് കൊണ്ടിട്ട് വഴക്കെ ചോറ് വരും. വേറെ കൊണ്ട് കയറി പല്ലിയാ സൂക്ഷിക്കുന്നുണ്ട്. പട്ടി ഭയങ്കര ശല്യമാണ്. ഇന്നലെ ഇവിടെ എന്തെങ്കിലും ഇരിപ്പുണ്ടായിരുന്നോ? എന്നാ ഇന്നലെ എനിക്ക് അവിടുന്ന് കൊണ്ടുവന്ന ഒരു സാധനം തന്ന്. അപ്പൊ കഴിച്ചിട്ട് എടുക്കാന്ന് അമ്മ പറഞ്ഞു. അമ്മ എവിടെ എടുത്ത് വെച്ചെന്ന് അറിയത്തില്ല. ഐസ്ക്രീം ഒന്നുമല്ല, വേറെന്തോ ഒരു കേക്കും അല്ല, വേറൊന്നുമില്ല. അത് കേക്കാന്ന് സ്വർണ്ണക്കളറിനകത്തിരിക്കുന്നേ പാത്രത്തിനകത്ത് അത് കിട്ടിയില്ലേ? ഹെയർ വാഷ് ചെയ്യണം. ഒന്ന് കട്ട് ചെയ്തേ. ഒരു കാര്യം പറട്ടെ. കോഴിയെ കേട്ടല്ലോ. ഇവിടെ രാവിലെ തൊട്ട് മൂടിക്കെട്ടിരിക്കുക. ഒരു തുള്ളി മഴ പോലും ഇതുവരെ പെയ്തില്ല. പക്ഷേ എന്താറൊക്കെ നാരായണ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അവിടെയൊക്കെ ഭയങ്കര മഴയാണ്. എല്ലായിടത്തും വിളിച്ചവരെല്ലാം മിക്കവാറും അടുത്തെല്ലാം മഴയാണ്. ഇവിടെ മാത്രം മഴയില്ല. ജയ പോയയിടത്തും മഴയാണ്. ഇവിടെ മാത്രം മഴ പെയ്തിട്ടില്ല. പക്ഷെ മൂടി നിൽക്കുക, ഒരു ശക്കലം പോലും പെയ്യില്ല. അതൊന്നും അവിടെ ഇവിടെ വരും. ആ വേണ്ട വേണ്ട ആ
വൈകില്ല, ചെടിയമ്മക്ക് ഇവിടെ ഇല്ല, അല്ല വേറെ എവിടെ വേണ്ട. പോടി വൈകില്ലടി, നടന്നു നിൽക്ക്. ഓ അല്ല ആടുന്നേ. എന്തോ സാധനം കഴിക്കാനുണ്ടല്ലേ? ഇല്ല എന്നാ പോയി വിളിക്ക്. ഇല്ല. ആ ഭാഗത്തൊക്കെ ഉണ്ടോ, നല്ല മൂടിക്കെട്ടി നിൽക്കുവാണ്. ഈ ഫോണിൽ അറിയത്തില്ല, അല്ല ക്യാമറയിൽ അറിയത്തില്ല. പോ വണ്ടി. അമ്മേന്റെ എന്താ ചേച്ചേ? എന്താ ഉണ്ടാക്കിയേ? എന്താ ഉണ്ടാക്കിയേ? കറിയുണ്ടാ? എന്താ ഒരുങ്ങിയല്ല. പോ കറി ഉണ്ടോ? ചാറ് എന്താ അറിയാ? ഇല്ല പോ. അതല്ല, മുഖം കഴിക്കില്ല. ഞാൻ കഴിച്ചു. കഴിച്ചോ? നീ എന്നാ കഴിച്ചു? ഞാൻ ചോറ്. ശ്വാസം വിട്ടോ? അപ്പം വിട്ടോ? അപ്പ ഇത് വീട്ടിലത്തെ അല്ല, അടുക്കളത്തെയാ. ഞങ്ങൾക്ക് അടുക്കളത്തെ സാരിയാ, വേറെ അടുക്കളയിലെ. മതിയോ? മതി. ഓ മറന്നോ? വണ്ടി വന്നിട്ടുണ്ട്. നീ എന്നാ മാറ്റാൻ പോവാണോ? സത്യം വണ്ടി ഒന്നും ഇങ്ങോട്ടല്ല, റോഡിൽ കൂടെ പോയാ. പോ. നീയാ മാറണ്ടേ, നീ എന്നെ മാറ്റാൻ നോക്കുക. ഇല്ല, പോ. വന്നോ? ഇല്ലെന്ന്. ഒന്ന് പോടി. നിങ്ങളുടെ വണ്ടി താമസിച്ചല്ലോ. ജയമൊന്നുമല്ല, വേറെ അറിയോ? സാരിയാണോ? ശാന്തതയാ. കണ്ടില്ലെന്ന്. വേണ്ട സമയം പോയി. സമയം പോയി വിട്ടാ ഇവിടെ ഉണ്ട്. ടി വി ആണ്. ഇടുകയാണ്. എവിടെ ചേർത്തായി? എന്ത് ചേർത്തായി? പട്ടി കൊടുക്കുന്നുണ്ട്. പട്ടി നരമ്പ്.
കരയാൻ പോവായിരുന്നു അവള് താമസിക്കുന്ന അത് സ്കൂളിൽ പോയല്ലോ കടടിച്ചാ ചെരുപ്പ് ഇങ്ങനെ കാലിങ്ങനെ കാണിച്ചിട്ട് ഈ ലൈറ്റ് ഓഫ് ചെയ്യാത്താണോ? നീ ഇട്ടാണോ ഇത്? ഓഫ് ചെയ്യാതാ കിടക്കണം, മറന്നു പോകാം. രാത്രിയായപ്പോൾ തന്നെ ചെറിയ മഴ ചാറി വരുന്നുണ്ട്. ഇവര് അവിടെ എങ്ങനെയാന്ന് തോന്നുന്നു, ദൈവത്തെ പോലെയാണ് നാരീനെ കടന്നത്. നാരി ആർത്തി അവന്റെ മാഡം ദൈവത്തെ പോലെ. ഇവനെന്തോ ആവശ്യമുണ്ടല്ലോ, പറഞ്ഞോ നീ കത്തിക്കണം, നീ പറഞ്ഞോ ആവശ്യം പറഞ്ഞോളെ. ആവശ്യം പോലോ ആവശ്യകത അങ്ങനെ എടി ഞാൻ രസം കേൾക്കണോ? ഇവനോട് ഞാൻ ചോദിച്ചു, നീ കേക്ക്, ഇവരോട് ഞാൻ ചോദിച്ചു ഗേൾ ഫ്രണ്ട് ഉണ്ടെന്നേ. ഇവൻ പറഞ്ഞു ഇല്ല, അപ്പം ഞാൻ നല്ലൊരു പയ്യനാണുള്ളത്. കുറച്ച് കഴിഞ്ഞാൽ പറയാം ബീവി ഉണ്ടെന്ന്. എന്നാ ഇവൻ പറയണ്ടേ? ഞാൻ ചോദിച്ചില്ല. ഞാൻ ചോദിച്ചത് കല്യാണം കഴിച്ച കൊച്ചു പയ്യനല്ലേ, ഗേൾ ഫ്രണ്ടോന്നല്ലേ ചോദിക്കോളൂ. കൊച്ചു പയ്യന്മാരോ നമ്മളെന്താ ചോദിക്കുന്നത്? ഇവൻ പറയാം ഇല്ല കല്യാണം കഴിച്ചൊരു അല്ല കൊച്ചില്ല. अभी मैं सिंगल हाँ गाँव में जाने का टाइम डबल डबल नेक्स्ट ईयर ट्रिपल and after 5 months triple അല്ലേ 5 അതെ അതെ after 5 months 5G ആണെന്ന്. എടി ഇവക്ക് എന്താ ഇവിടെ മൂഡ് ഓഫാ? അവർക്ക് എന്തോ പോയല്ലേ അത് മറ്റേ വിളിച്ചപ്പോഴാണ് എന്റെ കളി അന്നേരം പോയത്. മറ്റേ ക്ലിയോ അവക്ക് എന്തോ ഉണ്ട്. ബൈ ഗൈസ് വി ആർ ലീവിങ്. നീ അവിടുന്ന് ചാറ്റണെങ്കിൽ ഞങ്ങൾ ഞങ്ങൾ കാണോ ചാറ്റ? അതോ വണ്ടി ഇവിടെ കാണാൻ പറ്റില്ല. സമയം എത്രയായി? നീ പാല് വാങ്ങിക്കപ്പോ അതെ ഞാൻ പാല് ശരിക്കും പറയാം നൈറ്റ് ഡ്രൈവ് സൂപ്പറല്ലേ? നൈറ്റ് ഡ്രൈവ് സൂപ്പറല്ലേ? നീ എന്തോ മൂഡ് ഓഫാണ്. നമുക്ക് ആരും മിണ്ടരുത്. എടി നീയൊക്കെ എവിടെ പോയേ? എടി നേരെ പോയിട്ട് തിരിച്ചു വന്നപ്പോഴല്ലോ 3 വഴി. ഏത് വഴി? ഒരു ഇങ്ങനെ ഒരു കുരിശാണ് എന്തോ സാധനം ഉള്ളത്. ഇത്രയും മണിക്കൂർ നിങ്ങൾ എവിടെ പോയാലാണ്? എടി ഞങ്ങൾ കുറെ പോയടി. എവിടെ പോയി? അത് തിരിച്ചു വന്നപ്പോൾ ഇവക്ക് ആരുടെ കോള് വന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് വർത്താനം പറഞ്ഞിട്ട് എന്തോ അർജന്റിന്റെ കോള്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു അച്ഛനോട് വഴി ചോദിച്ചു. കോഴഞ്ചേരി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി പാലം ഇടത്തോട്ട് ആൾ വന്നപ്പോൾ. എടി ഇങ്ങോട്ട് അങ്ങോട്ട് തിരിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത്. എടി ഒരു 3-4 വഴിയുള്ള സ്ഥലം ഏതാടിയത്?
ഒരു കവലയില്ലേ, ഒരു മീൻകടയൊക്കെ ഉള്ളത്, കുറെ വലിയ മീൻകട. എനിക്കറിയത്തില്ല അങ്ങനെ സാധനം. തെക്കേമലേന്ന് ആ വഴിയാന്ന് തോന്നുന്നു നേരെ പോയത്. കോഴഞ്ചേരിക്കല്ല ഇങ്ങോട്ട് വരുന്നത്, ഇത് നേരെ ഓപ്പോസിറ്റ് വേറെ വഴി പോയി. അവസാനം മാപ്പിട്ടിട്ട് പറയുന്ന കേൾക്കത്തില്ല. ചായ കൊണ്ടുവരുമെന്ന് നോക്ക്. കൂടി കട്ടൻ ചായ എനിക്ക് വേണ്ട. ദേവി എന്നാണ്ട് വിശേഷം? ഒരാളെ അപകടത്തിൽപ്പെട്ടിട്ട് അയാൾ ചത്തോ ജീവിച്ചിരിപ്പുണ്ടോ